ഈസി ഹാൻഡ് വർക്ക് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാബ്രിക് പെയിൻറ്റിംഗ് മെറ്റീരിയൽസിനെ പറ്റിയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഫാബ്രിക് പെയിൻറ്റിന് എന്തൊക്കെ മെറ്റീരിയൽ വേണം, ഏതൊക്കെ ബ്രഷസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം പഠിച്ചായിരുന്നു അല്ലേ. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ഔട്ട്ലൈൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ചെയ്യാനായിട്ട് വേണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പോപ്ലിൻ ക്ലോത്ത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ പോപ്ലിൻ ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു കോട്ടൺ മെറ്റീരിയൽ എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് സാരിയുടെയൊക്കെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. അല്ലെ പഴയ എന്തെങ്കിലും കോട്ടൺ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോപ്ലിൻ ക്ലോത്താണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു 1/2 മീറ്റർ ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യണം. ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിതൊന്ന് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാം. ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ ഞാൻ ക്ലോത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം വേണം. ഞാൻ പറഞ്ഞായിരുന്നു ഫ്രെയിം നമുക്ക് 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും ഒക്കെ ഫ്രെയിം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് പിക്ചറാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിനനുസരിച്ച് ഓരോ ഫ്രെയിം നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പല സൈസിലുള്ള ഫ്രെയിം മേടിച്ച് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പല സൈസിലുള്ള ഫ്രെയിം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ത്രെഡ് ഹൗസ് പോലുള്ള ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ പല സൈസിലുള്ള ഫ്രെയിം നമ്മൾ വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഫ്രെയിം ഒന്ന് അഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് 2 ഫ്രെയിമാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ഇതുപോലെ കണ്ടോ, സ്ക്രൂ ഉള്ള ഒരു ഫ്രെയിമിൻ്റെ സെക്ഷൻ വരുമ്പോൾ ഇത് ഏറ്റവും മുകൾ ഭാഗത്താണ് വരേണ്ടത്. അതിൽ യാതൊരു സ്ക്രൂവോ അങ്ങനെ ഒരു കാര്യങ്ങളും വരാത്ത ഈ ഒരു പോർഷനാണ് നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ താഴ്ഭാഗത്ത് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു റൗണ്ട് ഫ്രെയിം വരുന്നത് താഴെയും, അതുപോലെ തന്നെ ഈ ഒരു സ്ക്രൂവിൻ്റെ ഈ പോർഷൻ വരുന്ന ഈ ഒരു പോർഷൻ മേളിലുമായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് ഫ്രെയിം ഇല്ലേ, അത് ഞാൻ താഴെ വെച്ചു. താഴെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്ലോത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിനനുസരിച്ച് ഈ മുകളിലത്തെ ഈ ഒരു ഫ്രെയിം വെച്ച് കൊടുക്കാം. മുകളിലത്തെ ഫ്രെയിം വെറുതെ വെച്ചാൽ പോരാ, നമ്മൾ ഈ ഒരു സ്ക്രൂവിൻ്റെ പോർഷനിൽ ഇത് നമ്മുടെ വലതുവശത്ത് വരുന്ന രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. ഇടതുവശത്ത് വെക്കാൻ പാടില്ല. വലതുവശത്ത് വരുന്ന രീതിയിൽ ഈ ഒരു സ്ക്രൂവിനെ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നേരെ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് കണ്ടോ, താഴ്ഭാഗത്ത് നമ്മൾ ഈ റൗണ്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ മെയിൻ ക്ലോത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രെയിം ക്ലോത്തിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ക്ലോത്ത് ഫ്രെയിമിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കി എക്സ്ട്രാ കിടക്കുന്ന ഈ ഒരു ക്ലോത്തിലെ എഡ്ജിൽ ഈ ക്ലോത്തിന് വേണം നമ്മൾ വലിച്ചൊന്ന് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം ഈ ഒരു സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യാൻ. നമുക്ക് ഇവിടുന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. നന്നായിട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോഴും ഈ ഒരു സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യുക. കണ്ടോ, ഫുള്ളായിട്ട് ആ ക്ലോത്തിനൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ആ സ്ക്രൂ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലോത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം സ്ക്രൂ കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് ആ ഒരു ക്ലോത്ത് നന്നായിട്ട് ഫിറ്റായിട്ട് അതിൽ നിൽപ്പുണ്ട്. ഇനിയാണ് നമുക്കതിലേക്ക് പെയിൻറ്റിങ് ചെയ്യണോ അത് ചെയ്യാം. അല്ല അതിന് മുന്നായിട്ട് ഡയറക്റ്റ് നമുക്ക് പിക്ചർ വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ട്രേസിങ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഡയറക്റ്റ് പിക്ചർ വരയ്ക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെൻസിൽ വെച്ച് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് പിക്ചർ വരയ്ക്കാം. അത് അറിയത്തില്ലാത്ത പക്ഷേ നമുക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് വേറൊരു പിക്ചറിൽ നിന്ന് അത് നേരെ കോപ്പി ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മളത് കോപ്പി ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പിക്ചറും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവണം. ഞാൻ ഇവിടെ കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാവേ. ഇതേപോലെ കുറച്ച് പിക്ചേഴ്സ് നമ്മൾ എടുത്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പിക്ചർ ക്ലോത്തിലേക്ക് വരയ്ക്കാൻ അറിയത്തില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചറൊക്കെയുള്ള ബുക്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതേപോലെ തന്നെ അല്ലാതെ കൊച്ചുകുട്ടികളുടെ ഡ്രോയിങ് ബുക്കിലോ കുറേ പിക്ചേഴ്സൊക്കെ കാണുമല്ലോ, അതൊക്കെ ആണെങ്കിലും മതി. നമുക്ക് ഫസ്റ്റ് പഠിക്കാനൊക്കെ അത് മതി. പിന്നീട് നമുക്ക് അല്ലാതെ കസ്റ്റമേഴ്സിനൊക്കെ ആയാലും നമുക്ക് വേണ്ടിയിട്ടായാലും ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലാതെ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ആണെങ്കിലും എടുത്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഓരോ പിക്ചേഴ്സ് വരച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഓരോ പിക്ചേഴ്സ് ഇതുപോലെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാ ഇതേപോലെ കുറേ പിക്ചേഴ്സാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പേപ്പർ വേണ്ടത് നമ്മുടെ മെയിൻ ക്ലോത്ത്, അതിൻ്റെ മുകളിലേക്ക് കാർബൺ പേപ്പർ, അതിന് ശേഷം നമുക്ക് പിക്ചർ ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. അതായത് മെയിൻ ക്ലോത്ത് താഴെ, അതിൻ്റെ മുകളിലേക്ക് കാർബൺ പേപ്പർ, അതിൻ്റെ മുകളിലേക്ക് പിക്ചർ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ട്രേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് നമുക്ക് പിക്ചർ വരച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പെൻസിൽ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് കറക്റ്റ് ഒന്ന് ഈ ലെവലിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കിത് വരയ്ക്കുന്ന സമയത്ത് അതൊന്ന് ഷേക്ക് ആവാതിരിക്കാനായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഡ്രസ് പിന്നോ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡ്രസ് പിന്നാണ് എടുത്തിരിക്കുന്നത്. ഡ്രസ് പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഷേക്ക് ആകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പാറ്റേൺ നമുക്ക് ലെവൽ കിട്ടത്തില്ല. ലെവലൊന്നും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് എഡ്ജിൽ മാത്രം ഒന്ന് സെറ്റ് ചെയ്താൽ മതിയേ. ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരുപാട് ചുളുങ്ങല്ലത്, ചുളുക്കുക വീഴാതെ ഒന്ന് നീറ്റായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടേക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഡസ്റ്റ്ബിൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഇനി ഒരുപാട് വെക്കണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണ്ടേ, അപ്പോൾ നമുക്കത് കറക്റ്റ് ലെവലാണോ എന്ന്. അപ്പോൾ നമുക്കിനി വരച്ചാൽ മതി. ഡസ്റ്റ്ബിൻ ഒന്ന് കുത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലൂടെ വരച്ച് കൊടുക്കുക. പേനയാകുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ആ ലൈൻസ് നമുക്ക് താഴെ വരത്തുള്ളൂ. പെൻസിലാകുമ്പോൾ അത്രയും കടുപ്പത്തിൽ നമുക്ക് താഴെ ലൈനൊന്നും വരത്തില്ല. പേന എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്കിതിന് മുകളിലൂടെ വരച്ചെടുക്കാം. മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ വരച്ചേക്കുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് വരയ്ക്കുക. നിങ്ങൾ എന്ത് പിക്ചറാണോ എടുത്തിരിക്കുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ഒന്ന് വരച്ച് പോവാണ്. അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാർബൺ പേപ്പർ വേണം താഴേക്ക് വന്നുള്ള ഡിസൈൻ കേട്ടോ. ഇതൊക്കെ ഇതെല്ലാം മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ വരച്ചു കൊടുക്കണേ. ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആ പേപ്പർ ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഡസ്റ്റ്ബിൻ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നീറ്റായിട്ട് ഇങ്ങനെ തന്നെ വരച്ചെടുക്കാവേ. അതായത് ഫുള്ള് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈനും കൊടുത്ത് ആ ഒരു പിക്ചറെല്ലാം നമ്മൾ ഇതിലുണ്ടായിരുന്ന ആ ഒരു പേപ്പറിലുണ്ടായിരുന്ന പിക്ചറെല്ലാം കാർബൺ പേപ്പർ വഴി നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് താഴെ വന്നിട്ടുണ്ടെന്ന് നോക്കണ്ടേ. അതൊക്കെ ആ ഒരു ഡ്രസ്സിൽ നിന്ന് ഒരു എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാവേ. അത് ഫുള്ള് താഴേക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വരച്ച് ഇതെല്ലാം നമുക്ക് മാഞ്ഞു പോകും. ജസ്റ്റ് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ഈ വീട് കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ട്രേസ് ചെയ്ത് ഒരു കാർബൺ പേപ്പർ വഴി ട്രേസ് ചെയ്ത ഒരു പിക്ചർ ഒന്നും കൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പെയിനും കൊണ്ട് ഒന്ന് വരച്ച് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇത് കണ്ടോ, ഓൾറെഡി നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് വരച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൽ വന്നിരിക്കുന്നത് ലൈറ്റായിട്ട്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പെയിനും കൊണ്ട് ഒന്ന് വരയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഔട്ടർ ലൈനൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നതിന് മുകളിൽ കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ഡിസൈൻ ഒന്ന് കാണാൻ പാകത്തിന് കേട്ടോ. നീറ്റായിട്ടൊന്ന് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക. ഡാർക്കാക്കിന് വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി. ഇതുപോലെ അതിലുണ്ടായിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കാർബൺ പേപ്പർ വഴി വരച്ച കാര്യങ്ങളൊന്നും കൂടെ അതിലിട്ടൊന്ന് പെയിനും കൊണ്ട് വരച്ച് ഇതുപോലെ എടുക്കാം. ഒന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ കാർബൺ പേപ്പർ കൊണ്ട് വരച്ച രീതിയിൽ തന്നെ ചെയ്യാം. ഞാനപ്പോൾ ഇവിടെ ഓൾറെഡി കാർബൺ പേപ്പർ കൊണ്ട് വരച്ച രീതിയിലാണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിനും കൊണ്ട് ഒന്ന് വരച്ച് കാണിച്ചേ ഉള്ളൂ. നമുക്കിനി പെയിൻറ്റിങ് സെഷനിലോട്ട് പോകാം. പെയിൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അതുപോലെ തന്നെ ഔട്ടർ ലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 3D എഫക്റ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു 3D എഫക്റ്റ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പിക്ചറിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിക്ചറിൽ ഉള്ളിൽ കൊടുക്കുന്ന കളർ എന്തോ അതിൻ്റെ ഡാർക്ക് കളർ നമുക്ക് ഔട്ടർ ലൈനായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിന് ഔട്ടർ ലൈനായിട്ട് ഞാനൊരു പിങ്ക് കളറാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് പിങ്ക് കളർ എടുക്കാം. അപ്പോൾ ഞാനിത് പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ഇതിന് ഔട്ടർ ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ബ്രഷ് വന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറേ ബ്രഷ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഞാൻ 0 ബ്രഷ്, അതായത് പോയിൻറ്റ് ബ്രഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് 0 ബ്രഷ് എന്ന് പറയും. ഇതാണ് പോയിൻറ്റ് ബ്രഷ്. ഇതാണ് നമ്മൾ ഔട്ടർ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് കേട്ടോ. നമ്പർ 0 ആണ് ഇത് വരുന്നത്. ഇതിട്ടിട്ട് നമുക്ക് ഔട്ടർ ലൈൻ നമുക്ക് ഈ ഒരു കളർ കൊണ്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഔട്ടർ ലൈൻ ചെയ്യുന്ന സമയത്ത് ബ്രഷ് ഒരുപാട് നമ്മൾ വെറ്റാക്കി വെക്കാൻ പാടില്ല. വെറ്റാക്കി വെച്ച് നമുക്ക് ഔട്ടർ ലൈൻ ചെയ്യുക പെട്ടെന്ന് പടർന്നു വരും. അതായത് ഔട്ടർ ലൈൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു എഡ്ജിൽ അങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് നിൽക്കണം ലൈന്. അതേസമയം നമ്മൾ അതിലേക്ക് ഈ ബ്രഷ് ഒരുപാട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും നമ്മൾ എന്താ പറയുക, അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി പെയിൻറ്റിൽ ഓൾറെഡി വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഈ ഒരു ബ്രഷ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പടർന്നു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ടർ ലൈൻ ചെയ്യുമ്പോൾ കഴിവതും വാട്ടറിൽ ഡിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് പെയിൻറ്റ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രിസൽസിൽ മാത്രം പെയിൻറ്റ് വരുന്ന രീതിയിൽ എടുക്കുക. എടുത്തതിന് ശേഷം ഒരുപാട് ഇവിടേക്കൊന്നും ആവല്ലേ, ബ്രിസൽസിൽ മാത്രം കുറച്ച് പെയിൻറ്റ് എടുക്കുക. അതിന് ശേഷം ഒന്ന് ഔട്ടർ ലൈൻ ചെയ്ത് കൊടുക്കുക. ഫ്രെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഔട്ടർ ലൈൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് തന്നെ അത് ഇങ്ങോട്ടേക്ക് പടർന്ന് വരുന്നതായിരിക്കില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഔട്ടർ ലൈൻ ചെയ്യുക. ഒരു നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള അതിൽ കൂടെ തന്നെ വേണം വരയ്ക്കാനായിട്ട്. അതുപോലെ ലൈറ്റായിട്ട് ഔട്ടർ ലൈൻ കിട്ടും. അതിനാണ് നമ്മൾ 0 ബ്രഷ്, അതായത് പോയിൻറ്റ് ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, എല്ലാം ഡ്രോയിങ് പിക്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഔട്ടർ ലൈനാണ്. ഔട്ടർ ലൈൻ ചെയ്തിട്ടും ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു 3D എഫക്റ്റ് ഒക്കെ തോന്നണമെന്നുണ്ട് ഔട്ടർ ലൈൻ ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. അതുപോലെ നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കാം.
കണ്ടോ? അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കിയുള്ളതും ചെയ്യുക. ബ്രിസിൽസിൽ മാത്രം കുറച്ച് പെയിൻറ്റ് എടുക്കുന്നു, വാട്ടർ ഡിപ്പ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു കുറച്ച് പെയിൻറ്റ് എടുത്താൽ മതി, നമുക്ക് കുറച്ച് ഏറെ നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് വരെ കിട്ടും. കണ്ടോ? അതേപോലെ മുഴുവൻ നമ്മൾ ലൈൻ ചെയ്തെടുക്കാം. ഒരുപാട് വീതി ഔട്ടർ ലൈന് വരുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ ചെറിയ വീതിയിലുള്ള ഔട്ടർ ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. കണ്ടോ? ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് വരച്ചെടുക്കാം. കണ്ടോ? ഇതുപോലെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നമുക്ക് ഔട്ടർ ലൈൻ കൊടുക്കാവുന്നതാണ്. കളർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ഒരു പിക്ചറിനോട് യോജിക്കുന്ന രീതിയിലുള്ള കളറുകൾ ഔട്ടർ ലൈനായിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് നല്ലൊരു ഭംഗി തോന്നിക്കും. ഇതേപോലെ ഓരോ ലൈൻസ് ലീഫൊക്കെ വരുമ്പോൾ ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുക്കാവുന്നതാണ്. കളർ ചേഞ്ചിങ് നമുക്ക് ഔട്ടർ ലൈനിൻ്റെ പോർഷനിൽ നമുക്ക് മാറ്റം വരുത്താം. ഇപ്പം ഔട്ടർ ലൈൻ എന്ന് പറയുമ്പോൾ പിക്ചറിന് ജസ്റ്റ് ഔട്ടർ ലൈനായിട്ട് ചെയ്യുന്ന മാത്രമല്ല, ഔട്ടർ ലൈൻ മാത്രമായിട്ട് നമുക്ക് ഓരോ ഡ്രസ്സിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ഡിസൈനൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു പിക്ചർ കാണിക്കാം. ഇതുപോലെ നെക്ക് പാറ്റേൺസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, നെക്ക് പാറ്റേൺസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഇതുപോലത്തെ ഡിസൈനൊക്കെയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് നമുക്ക് ഔട്ടർ ലൈൻ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. കളർ ഫില്ല് ചെയ്യാതെ ഔട്ടർ ലൈൻ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനിലൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇതുപോലെ പിക്ചർ ഔട്ടർ ലൈൻ കൊടുത്ത് അതിനുള്ളിൽ ഷെയ്ഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. ഷെയ്ഡ് ചെയ്തിട്ട് ഔട്ടർ ലൈൻ ചെയ്യുന്ന മെത്തേഡ് നമുക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഔട്ടർ ലൈൻ മാത്രമുള്ള ഒരു പെയിൻറ്റിങ് സെഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരുപാട് വീതി ഉണ്ടാകാൻ പാടില്ല, വളരെ വീതി കുറച്ച് വേണം നമ്മൾ ഔട്ടർ ലൈൻ കൊടുക്കാനായിട്ട്. കണ്ടോ? ഇതേപോലെ നമുക്ക് ലൈറ്റായിട്ട് വരച്ച് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് വരയ്ക്കാതെ. ഈ ഒരു ലീഫിൻ്റെ സെക്ഷനിൽ ഞാനൊരു ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കൊടുക്കാനും മുന്നായിട്ട് നമ്മളെപ്പോഴും പെയിൻറ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് അതിനകത്ത് വാട്ടറും ആ ഒരു പെയിൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കത്തില്ല. അങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ മിക്സായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് തുടയ്ക്കാൻ ശേഷം മാത്രമേ അടുത്ത പെയിൻറ്റിങ് സെഷനിലേക്ക് ഈ സെയിം ബ്രഷാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ബ്രഷ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പെയിൻറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബ്രിസൽസിൽ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ പേന കൊണ്ടൊന്നും വരച്ചിട്ടില്ല. ഇത് കാർബൺ പേപ്പർ കൊണ്ട് വരച്ച പിക്ചറാണ് ഈ കിടക്കുന്നത്, ലൈറ്റായിട്ട് കിടക്കുന്നത്. ഇത് കാർബൺ പേപ്പർ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ പെണ്ണ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താണ് ഇത് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. വളരെ കുറച്ച് പെയിൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഓരോ ലൈൻസും ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്കതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിട്ടാണ് നമുക്ക് ഔട്ടർ ലൈൻ വരുന്നത്. ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമുക്കിതേപോലെ ജസ്റ്റ് ഔട്ടർ ലൈൻ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സിന് മാത്രമല്ല, അത് നെക്ക് ഡിസൈനിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഇതുപോലുള്ള നെക്ക് പാറ്റേൺസ് ഒക്കെ വരച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ പോഷൻ വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ഔട്ടർ ലൈൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.